ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തല്ല, ഞാൻ ഇന്ന് നിങ്ങൾക്ക് എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ സിതാനെ വെച്ച് എങ്ങനെ ഒറ്റക്ക് വീട്ടിലെ ജോലികൾ ചെയ്യുന്നത്, സിതാന അടങ്ങിയിരിക്കുമോ, നിനക്ക് അതിനൊക്കെ പറ്റുമോ എന്നെല്ലാവരും മിക്കവരും ചോദിക്കാറ്. കാരണം ഇവിടെ എനിക്ക് മദറിലോ ഇല്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. പിന്നുള്ളത് എന്താ വാപ്പിച്ചാണ്. വാപ്പിച്ചി വരുമ്പോൾ എൻ്റെ കൊച്ചിനെ എടുക്കുമെങ്കിലും എല്ലാവർക്കും ഭയങ്കര സംശയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ഒരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ടീജൂസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാനും സിതാനും എങ്ങനെയാണ് ഒരു നോർമൽ ലൈഫിൽ, അല്ലെങ്കിൽ വേറൊരു പരിപാടിയൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ എങ്ങനെയാണ് എന്നാണ് കാണിക്കാൻ പോകുന്നത്. സിതാന എണീറ്റ് ഞാൻ സിതാനുള്ള കുറുക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിതാന എണീറ്റിട്ടുണ്ട്. സിതാന ഞാൻ നിലത്തിരുത്തിയേക്കാണ്, അല്ലെങ്കിൽ ആള് ബെഡിൽ നിന്ന് എടുത്ത് ചാടും. ന്യൂ ഇയറും കഴിഞ്ഞ് അതിന് സെലിബ്രേഷനും കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 8-ാം തീയതിയായി. 2026 ജനുവരി 8-നാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. സാധാ ഒരു നോർമൽ ഡേ വ്ളോഗ് ചെയ്യാനാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഈ വീഡിയോ എടുക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ നോർമൽ ഡേ വ്ളോഗ് അങ്ങനെ ഒന്നും കൺസെപ്റ്റാണ്. പക്ഷേ വീഡിയോ അവസാനം അങ്ങനെയല്ല കേട്ടോ. വീഡിയോ അവസാനം വേറൊരു വ്ളോഗായത് മാറുന്നുണ്ട്. അപ്പോൾ ഞാൻ സിതാന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. സിതാന് രാവിലെ തന്നെ എണീറ്റ് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. രാവിലെ തന്നെ അവന് ഉണ്ടാക്കി വെക്കും. ചിലപ്പോൾ അവന് വിശന്നായിരിക്കും എണീക്കണം. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് ഉണ്ടാക്കി അതൊന്ന് ചൂടാറാനൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ തന്നെ ഫുഡ് ഉണ്ടാക്കണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പുട്ടും റെഡിയാക്കി. കാരണം വാപ്പിച്ചിക്ക് പുട്ട് കഴിക്കണം. ഇവിടെ വീട്ടിൽ പുട്ട് നിർബന്ധമാണ്. എൻ്റെ ഇക്കാക്കും വാപ്പിച്ചിക്കും പുട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ പുട്ട് കഴിക്കില്ല കേട്ടോ. അപ്പം എൻ്റെ സാധാ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജോലികൾ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടൊക്കെ ആകെ 2 ആഴ്ചത്തോളം ഞാൻ തിരക്കിലായിരുന്നു. അറിയാലോ, എൻ്റെ സിസ്റ്ററിൻ്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യലൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാനുണ്ട് വീട്. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം എത്രയായപ്പോഴേക്കും വാപ്പിച്ച് വന്നു. വാപ്പിച്ചിയുടെ രാവിലത്തെ ചായ കൂടി ഈ സമയത്താണ് കേട്ടോ. വാപ്പിച്ചി പൊതുവെ പുറത്തുനിന്ന് ചായ കുടിക്കും, അല്ലാണ്ട് വീട്ടിൽ വന്നിട്ട് ഉള്ള ചായ കൂടി ഇപ്പോഴാണ്. അത് കഴിഞ്ഞ് സിതാൻ തൊട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നിലത്ത് നടക്കും. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ ചെറിയ പണികൾ പെട്ടെന്ന് ചെയ്തു വെക്കും, ആളൊന്ന് കാമായിരിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് സിതാനൊന്ന് കരഞ്ഞപ്പോൾ ഞാൻ വാപ്പിച്ചീനെ ഏൽപ്പിച്ച് എൻ്റെ ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകണ പരിപാടിയിലാണ്. എനിക്ക് ഇങ്ങനെ കുറേ പാത്രങ്ങൾ വരുമ്പോൾ ഇങ്ങനെ സിങ്കി കഴുകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പുറത്തുകൊണ്ടുപോയി വെച്ച് കഴുകും. അപ്പോഴേക്കും സിതാനൊന്ന് കരഞ്ഞൊന്ന് ശാന്തമായപ്പം ഞാൻ TV വെച്ച് കൊടുത്തു കുറച്ച് നേരം. കാരണം എനിക്ക് പേടിയാണ് കുറേ നേരം വെച്ച് കൊടുക്കുമ്പോൾ ഉള്ളൊരു പേടി കാരണം ഞാൻ വളരെ സമയം കുറച്ചാണ് വെച്ച് കൊടുക്കാറ്. ഹായ് പറഞ്ഞ ഹായ് 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 പറ ഹായ് 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 ഹായ്. 5 വല്ല കേട്ടോ. 1 2 3 4 5 വല്ല വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. ഇതിവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു ഉച്ചയായപ്പോഴേക്കും ആൾക്ക് മടുത്ത് തുടങ്ങിയിട്ടുണ്ട് തനിച്ചിരിക്കൽ. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലേക്ക് വരും. ഞാൻ അവിടെ സൈഡിൽ അവനെ ഇരുത്തിക്കൊണ്ട് അവൻ്റെ അടുത്ത് നിന്ന് തന്നെ പരമാവധി വർക്കുകൾ അവിടെ ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ നടത്തും. അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ്. ഇപ്പോൾ ഏകദേശം എന്നോട് മിക്കവരും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ നീ സിതാന വെച്ച് ഹാൻഡിൽ ചെയ്യണം. ചിലർ ചോദിക്കണത് എന്താണെന്നറിയാമോ, 3 പേർക്ക് ചോറ് വെച്ചുണ്ടാക്കിയാൽ പോരെ, അതിൽ കൂടുതൽ വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന്. അതും ഞാൻ അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ്. ചെറിയ റിസ്ക്കുകൾ ഇതിൻ്റെ ഒപ്പം ഉണ്ട്. കൊച്ചിനെ നോക്കലും അതോടൊപ്പം തന്നെ പണിയും റിസ്ക്കാണ്. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകാം എന്നും കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ എൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു. ഏകദേശം എല്ലാ വർക്കുകളും കഴിഞ്ഞു. സിതാന അതിൻ്റെ ഇടയിലൊന്ന് കിടന്നുറങ്ങി. അവരൊന്ന് ഉറക്കി ഞാൻ. അപ്പോൾ ആൾ ഉറങ്ങാണ്. ഞാൻ കഞ്ഞി കുടിക്കണം. ഇന്ന് ലഞ്ചിന് കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. കഞ്ഞി എന്ന് പറയുമ്പോൾ നേരത്തെ പോയി, രാവിലെ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് സാധനങ്ങളൊന്നും വാങ്ങി തന്നില്ല. പിന്നെ പറഞ്ഞു കഞ്ഞി കുടിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ കഞ്ഞിയാക്കി. അങ്ങനെ ഇന്ന് കഞ്ഞിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വേറെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടായില്ല. ചമ്മന്തി ഉണ്ടാക്കുക, തേങ്ങാ ചമ്മന്തി ഇവിടെ പാപ്പച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കഞ്ഞിയും തേങ്ങാ ചമ്മന്തി. അങ്ങനെ കഞ്ഞിയും തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇക്കാക വന്നിട്ടില്ല ഇതുവരെയും വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇക്കാക നേരത്തെ എത്തുമെന്ന് എന്നോട് പറഞ്ഞത്, പക്ഷേ എത്തിയില്ല, ആൾ വർക്കിലാണ്. അപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ എന്താണ് സുധാനായിട്ടുള്ള ലൈഫ്. എല്ലാവരും എന്നോട് ചോദിക്കണതിനൊരു റിപ്ലൈ എന്ന പോലെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. എന്താണ് എങ്ങനെയാണ് സുധാനായിട്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇനി എന്താണ് ഒന്ന് ചായ കുടിക്കണം, വൈകുന്നേരമല്ലോ ചായ കുടിക്കണം. തമ്മിയും ഇതുവരെ എത്തിയിട്ടില്ല ഫുഡ് കഴിക്കാൻ വേണ്ടി. എനിക്കതൊന്നും അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ, അങ്ങനെ ഇടയ്ക്ക് അങ്ങനെയാണ്. അപ്പം നമുക്കൊന്ന് ചായ കുടിച്ചിട്ട് വരാം. ഇതിന് വോയിസ് ഓവർ എടുക്കുമ്പോൾ എൻ്റെ സൗണ്ട് നല്ല വ്യത്യാസമുണ്ട്. കാരണം എനിക്ക് പനിയാണ്, ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് ഞാൻ തല ഉയർത്തി നിൽക്കാനായിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യണത്. സൗണ്ട് അതുകൊണ്ടാണ് മാറി നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് വൈകുന്നേരം ചായ കുടിക്കുന്ന ശീലം പൊതുവേ കുറവാണ്, ചില സമയത്ത് അങ്ങനെ കുടിക്കും. അപ്പോൾ ഇന്ന് പാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പാൽ ചായ ഉണ്ടാക്കി. എത്തിയിട്ടില്ല, ഇപ്പോഴും എത്തിയിട്ടില്ല. ചായ കുടിക്കാൻ ചായ കൂടി കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് വരുന്നത്. അപ്പോഴാണ് പിന്നെ ഈവനിങ് എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പോകുന്ന പ്ലാൻ എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. വന്നിട്ടാണ് എന്നോട് പറയണത്. എൻ്റെ ഒരു മാമ മരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടേക്ക് പോവാം. അങ്ങനെ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോണ വഴിക്ക് അവിടെ തന്നെ അടുത്തുനിന്ന് ഒരു ഷോപ്പുണ്ടായിരുന്നു, ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു. ഞങ്ങൾ ചെരുപ്പ് വാങ്ങി. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ഉണ്ട്. പക്ഷേ എനിക്ക് ചെറിയ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തൊണ്ട ചെറുതായിട്ട് അടഞ്ഞു തുടങ്ങി. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ യാത്ര വളരെ ഇഷ്ടപ്പെടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണല്ലോ. എനിക്കിന്ന് സൗണ്ട് അധികം വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ സ്റ്റക്കായി പോകുന്നിടക്ക്. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു. അമ്മയായിട്ട് പോയ വീഡിയോകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ അത് കഴിഞ്ഞിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ കയറി. ഈ പ്ലാനൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു കാർണിവലിന് പോകുന്നത്. ആദ്യം പ്ലാനൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ജസ്റ്റ് അമ്മയായിട്ട് പോരാ, തിരിച്ച് വരാമെന്നുള്ളൊരു പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. സിദാൻ അപ്പോഴേക്കും ഉറങ്ങി തുടങ്ങിയായിരുന്നു കേട്ടോ. സിദാൻ ഭയങ്കര ഉറക്കത്തിലേക്ക് പോയായിരുന്നു. ഞാനതുകൊണ്ട് വളരെ സുഖമായിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റി. ഞങ്ങൾ ആദ്യം ലുലു മാളിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. പിന്നീട് അവിടെ അടുത്ത് തന്നെ കളമശ്ശേരിയിൽ കാർണിവലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പം എൻ്റെ ഉമ്മച്ചിയുടെ വീട് എടക്കൊച്ചിയാണ്. അവിടെ അടുത്താണ് ഫോർട്ട് കൊച്ചി. അവിടെ അതുപോലെ തന്നെ പള്ളുരുത്തിയിലൊന്നും ജീവിതത്തിൽ ഇതുവരെ കാർണിവലിൽ പോയിട്ടില്ല. എൻ്റെ ലൈഫിൽ ആദ്യത്തെ കാർണിവലാണ്. കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 22ാമത്തെ വർഷമാണ് ആദ്യമായിട്ട് കാർണിവലിന് പോകുന്നത് വിത്ത് മൈ ഹസ്ബൻഡ്. ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ എൻ്റെ ഹെൽത്ത് ഭയങ്കര എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തൊണ്ടവേദനയൊക്കെ ആയിട്ട് തൊണ്ടവേദനയുടെ തുടക്കമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളധികം ഉള്ളിലേക്ക് കയറിയില്ല. അതിൻ്റെ പുറത്ത് തന്നെ നിന്നാണ് പരിപാടികളൊക്കെ കണ്ടത്. കാരണം സിദാനുള്ളത് കൊണ്ട് തന്നെ തിരക്കിലേക്ക് പോകണ്ടെന്ന് കരുതി. കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. മിക്കതും ഫാമിലിയായിട്ട് വന്നവരായിരുന്നു. പിന്നെ അവിടെ കുറേ മത്സരങ്ങളൊക്കെ അടുത്തടുത്ത് നടക്കണ്ടായിരുന്നു. നല്ല ഒരു ഹാപ്പി ഡേ ആയിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യത്തെ അനുഭവം ആയതുകൊണ്ടും ചെറിയൊരു സന്തോഷം ഉള്ളിലുണ്ടായിരുന്നു.
അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി. പരിപാടി മുഴുവനും പൂർത്തീകരിക്കാൻ നിന്നില്ല, കാരണം തിക്ക് വരുന്നതുകൊണ്ട്. തിരക്ക് വന്നതിനാൽ പിന്നെ കൊച്ചിനായിട്ട് ഇറങ്ങൽ നടക്കില്ല. അപ്പോൾ വേറൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ബൈ.